ഒരുപാട് പ്രണയഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാത്രി ഉറക്കം കളയാൻ ആര് നീ മാടൻ മറുതയോ എന്നൊക്കെ ഒരു പ്രണയഗാനത്തിൽ വരുന്നത് ഇറ്റ്സ് അമേസിംഗ് ആണത്. അതെന്താണ് അങ്ങനെ വരുന്നത്? അതെനിക്കറിയില്ല. എനിക്ക് ലൈക്ക് എനിക്ക് അങ്ങനെ എഴുതാൻ നാച്ചുറലി അങ്ങനെയാണ് എഴുതാൻ വന്നത്. പിന്നെ ലൈക്ക് മുഹമ്മദ് ഖദ്ദാഫിനെയൊക്കെ അതിനകത്ത് ലിബിയ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലൈക്ക് എൻ്റെ പ്രേമം അങ്ങനെയാണോ എനിക്ക് വർക്കാവോ എനിക്ക് എഴുതാൻ പറ്റുന്നത് അങ്ങനെയാണെന്ന്. നിന്നെ ബാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മണ്ണിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ, ലിബിയ അത് അതിൽ തന്നെ കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടെടുത്തവൾ അതിൽ മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു കാമുകി അത്ര ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു സ്നേഹമൊക്കെ അതിനകത്തുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എന്നെ എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരും ലൈക്ക് അങ്ങനെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നിന്നതിനൊക്കെ കൂടുതലായിട്ട് നിന്നിട്ടുള്ള എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. തീർച്ചയായിട്ടും എന്നെ സേവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മോണലോഗ് കേട്ടിട്ട് എന്താ പറഞ്ഞ പുള്ളിക്കാരി? ഇതുവരെ ഒന്നും റൊമാൻറ്റിക് ഒന്നും വഴിയില്ല. റൊമാൻറ്റിക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ സാധനം ഒന്നും വരില്ല. ഇതൊരു എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി എന്നോട് വീണോന്ന് പറയുന്നതിനകത്തൊരു പ്രണയത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ട്. എല്ലാം പിടിച്ചിട്ട് ഇതും റൊമാൻറ്റിക് തന്നെ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാമുകനാണെന്നാണ് തോന്നുന്നത്. അത് പുള്ളിക്കാരി ഇടയ്ക്ക് പറയാറുണ്ട് സുഹൃത്തുക്കളുടെ അടുത്ത്. അപ്പോൾ എനിക്ക് അത് കാരണമായിരിക്കാം എൻ്റെ പ്രേമപ്പാട്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. പക്ഷെ അടുത്ത പ്രേമപ്പാട്ട് ഇച്ചിരി കൂടി രസമുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എണ്ണകർപ്പി എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ഈ 2 പാട്ടുകളും ഒരു സമയത്ത് എഴുതി തീർത്തതാ. ഒരു EP ആയിരുന്നു അത്. 3 പാട്ടാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ 2 പാട്ടിൽ ഒതുക്കി. ഒരു പാട്ട് റിലീസായിട്ട് അടുത്ത പാട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം എടുത്ത് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ ആ പാട്ട് ഇച്ചിരി കൂടി ഇത്ര റേഞ്ച് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ ആർദ്രവും ഈ പറയുന്ന പോലെ മാണിക്കത്ത് വെറും കല്ലെന്ന് നനച്ച് നീ കളയല്ലേ, അത് മാണിക്യം തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ വന്ന് മുറിയില്ലേ. താരകത്ത് നീ കണ്ടില്ല എന്നങ്ങ് നടിക്കല്ലേ, ആ താരകം മാനത്ത് മറയുമ്പോ ഇരുട്ടിൽ വഴിയറിയാതെ നീ തുടിക്കില്ലേ. അങ്ങനെയാണ് ആ പാട്ട്. ഇച്ചിരി മെലഡിയാണ്. തനിച്ചായ മനുഷ്യനും മനുഷ്യനല്ല, തനിമയിലാരും മണ്ണിൽ ജനിച്ചിട്ടില്ല, കരുവറയില്ലാതെ പിറവിയില്ല, കണ്ണീരില്ല കാവ്യമില്ല, ഇത് കാതലേ, വാളും പൂവും തമ്മിൽ മോതലേ, ആരും വീഴാ പോരല്ലേ, വീണാൽ താങ്ങാൻ നീയല്ലേ. അങ്ങനെ അതിലൊരു കൊളാബ് കൂടി ഉണ്ട്, ഒരു ഹിന്ദി ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കൂടി വെച്ചിട്ട്. കുറച്ച് മെലോഡിയസും ആണ്. വേടന്റെ ട്രാക്കിൽ നിന്ന് കുറച്ചൊരു മാറിയ ട്രാക്കാണ്. പക്ഷെ കുഴപ്പമില്ല എന്ന് വിചാരിക്കണോ. നോക്കട്ടെ ആൾക്കാർ എന്താ പറയണേ നോക്കാം.